എല്ലാവർക്കും ഈശ്വരയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഈശോയുടെ തിരുമുഖ ദർശനത്തിനായിട്ട് വിളക്കന്നൂരിലേക്ക് പോവുകയാണ്. ഈ തീർത്ഥയാത്രയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും പ്രമാത്രം എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ശാലോമിലെ പ്രസംഗം കേട്ടോ. ആ പ്രസംഗം ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ അവിടെ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ആ സന്ദേശം ഒരല്പസമയം കേൾക്കുകയുണ്ടായി. അപ്പൊ ആ സന്ദേശത്തിലെ കുറച്ച് കാര്യം കൂടി ആണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളെല്ലാവരും തന്നെ കണ്ടായിരുന്നോ ആ നൈറ്റ് വിജിൽ? 2-3 പേര് കേട്ടായിരുന്നു. 11-16 അവിടുത്തെ വചനം ഏകദേശം പ്രകാരമാണ്: കർത്താവിനെ നിരന്തരം അന്വേഷിക്കുക, അവിടുത്തെ തിരുമുഖം തേടുക. അപ്പോൾ ദൈവത്തിന്റെ ആ മുഖം ദർശിക്കുവാൻ തിരുവചനങ്ങളിലൂടെ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ദൈവം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ മുഖം നമ്മൾ തേടുമ്പോൾ, അത് അന്വേഷിക്കുമ്പോൾ ഒരു നല്ല ബന്ധം ദൈവവുമായിട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണത്. നാം എല്ലാവരും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തിന്റെ ആ മുഖം കാണുവാൻ, ആ മുഖത്തിൽ നിന്ന് അനുഗ്രഹം കൃപകളൊക്കെ സ്വന്തമാക്കി നല്ലൊരു ബന്ധം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരം ഒരു ബന്ധമുണ്ടായ വ്യക്തിയാണ് മോശ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. അനുദിനമെനിക്കായി ബലിയായി മുറിയുന്ന സ്നേഹമേ, കാരുണ്യമേ. അനുദിനമെനിക്കായി ബലിയായി മുറിയുന്ന സ്നേഹമേ, കാരുണ്യമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. കാൽവരിക്കുന്നിൽ തൻ ജീവൻ നൽകി, നിത്യമാം ജീവനെ നമുക്കേകി. കാൽവരിക്കുന്നിൽ തൻ ജീവൻ നൽകി, നിത്യമാം ജീവനെ നമുക്കേകി. ആ മഹാത്യാഗത്തിൻ ഓർമ്മയിലെന്നും അർപ്പിക്കാം സ്നേഹത്തിൻ ദിവ്യബലി. ആ മഹാത്യാഗത്തിൻ ഓർമ്മയിലെന്നും അർപ്പിക്കാം സ്നേഹത്തിൻ ദിവ്യബലി. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ.
തകരുന്ന നെഞ്ചിലെ നൊമ്പരമാറ്റുവാൻ അപ്പമായി മുറിയുന്ന സ്നേഹമേ, തകരുന്ന നെഞ്ചിലെ നൊമ്പരമാറ്റുവാൻ അപ്പമായി മുറിയുന്ന സ്നേഹമേ, മുറിവേറ്റ ഹൃദയം ബലിയായി നൽകാം. ആ സ്നേഹമുറിവിലൊന്നാവുവാൻ, മുറിവേറ്റ ഹൃദയം ബലിയായി നൽകാം. ആ സ്നേഹമുറിവിലൊന്നാവുവാൻ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. അനുദിനമെനിക്കായി ബലിയായി മുറിയുന്ന സ്നേഹമേ, കാരുണ്യമേ. അനുദിനമെനിക്കായി ബലിയായി മുറിയുന്ന സ്നേഹമേ, കാരുണ്യമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. സാറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടവക്കാരനാണ് അതായത് കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഇടവകയുടെ സജീവ അംഗങ്ങളായിരുന്നു രണ്ടുപേരും. പെട്ടെന്നാണ് രണ്ടുപേരുടെയും മരണം ഉണ്ടായത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെയും അതുപോലെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ വലിയൊരു ധ്യാനമൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മുടെ സ്വാജൻ സാറ് വിജയസ്കൂടുള്ള സാറ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നാഥൻ പിറന്നു, നിങ്ങളറിഞ്ഞു, എൻ്റെ നാഥൻ പിറന്നു. നിങ്ങൾ പോരുമോ, കൂടെ പോരുമോ, പാട്ടുപാടി നൃത്തമാടി കൂടെ പോരുമോ. നിങ്ങൾ പോരുമോ, കൂടെ പോരുമോ, പാട്ടുപാടി നൃത്തമാടി കൂടെ പോരുമോ. മഞ്ചാടി നിറമുള്ള കുന്നുമണിക്കുരുന്നുകളെ, ബത്ലഹേം പുൽക്കൂട്ടിൽ നിന്നെന്റെ ദേവൻ പിറന്നു. മഞ്ചാടി നിറമുള്ള കുന്നുമണിക്കുരുന്നുകളെ, ബത്ലഹേം പുൽക്കൂട്ടിൽ നിന്നെന്റെ ദേവൻ പിറന്നു. ശാന്തിദൂതനായി ദേവദേവനായി പാരിടത്തിൽ മോചകനായി വന്നു ഭൂമിയിൽ. ശാന്തിദൂതനായി ദേവദേവനായി പാരിടത്തിൽ മോചകനായി വന്നു ഭൂമിയിൽ. മഞ്ഞണി താഴ്വരയിൽ മാറ്റേടുന്നുകളെ, മന്ദാസം തീയും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആദിരാവിൽ മഞ്ഞിൽ ആദിന്റെ നാഥൻ പിറക്കുകയായി. ആദിരാവിൽ മഞ്ഞിൽ ആദിന്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കും മണ്ണിന്റെ നാഥനെ വന്നു ചേരൂ. ദൈവകുമാരൻ പിറന്നു ഭൂവിൽ
തുറക്കും നിറഞ്ഞ രാവിൽ പെൺനിലാവെങ്ങും നിറഞ്ഞു രാവിൽ ദൈവകുമാരൻ പിറന്നു മംഗളഗാനം മുഴങ്ങിരാവിൽ കരം പിടിക്കും പിന്നെ കരുണാമയനായി താഴെ നടത്തും ശാന്തി പകരും മുറിവുണക്കും ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി അന്നു തിങ്കൾ തലപാടി Jingle bell, jingle all the way. On what fun it is to ride in one horse open sleigh. Dashing through the snow, one horse open sleigh. Over hills we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride in when singing song. തനിച്ചല്ലേ പേടിയാവൂലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ മുട്ടാണിങ്ങോട്ടാണി തിടുക്കം തിങ്ങി വരും ചെല്ലേ പേടിയായില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ അന്ധകാരപൂർണമായ രാത്രിയാകുമ്പോ നിൻഗൃഹത്തിൽ നിന്നു വേറെ ദൂരെയാകു ഞാൻ നീ നയിക്കുക സാഗരം വിഭോ നിൻ പ്രകാശകാരതൂകി നീ നയിക്കുക. ജനന മരണ ഉത്ഥാന പരസ്യ ജീവിത കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് വളരെ അരൂപിയിലാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ വണ്ടിയിലേക്ക് വന്നപ്പോൾ നമുക്ക് അരൂപി ഒന്നും കൂടി നിറവേറി. പിന്നെ നമ്മുടെ സിസ്റ്റർ പോകാൻ തുടങ്ങിയതാണ്. അപ്പൊ നമ്മുടെ അച്ഛൻ പറഞ്ഞു പോകണ്ട. അപ്പൊ പരിശുദ്ധ അമ്മ യോയാക്കീം അന്ന ദമ്പതികളുടെ മകളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഞാനെന്ന് പറയുവാണ്. പരിശുദ്ധ അമ്മ 12 വയസ്സ് വരെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിനായി നിവേശിതനായി വിശുദ്ധ മാലാഖ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മ ഇതാണ് പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. നമ്മോട് കൂടെ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ നമ്മുടെ ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തന്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തന്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം എന്നും തുടിക്കുന്നീ കൂദാസേ. തന്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം എന്നും തുടിക്കുന്നീ കൂദാസേ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എന്നഭയമല്ലേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേ ദൈവം, സത്യദേവമാകുന്ന ദൈവം.
ബലിയിൽ ജീവൻ ബലി കഴിച്ചു തിരുനിറവും ദിവ്യഘോഷവുമായി ഈ ഉലകത്തിൻ ജീവനായി ബലി കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു കൈതലിയാ കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നത് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നത് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു കൈതലിയാ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാക്കി വേദി പിതാവേ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർക്കുന്നു പിതാവേ ഞങ്ങളുടെ സെഞ്ചുറി അടിച്ചതുപോലെയാണ് ഇന്നത്തെ അതൊക്കെ എങ്ങനെ ഈശോയുടെ പിന്തുണ കാണാനും പറ്റി. ഒപ്പം തന്നെ ചെമ്പൈയിൽ ബസ്സിലേക്കായി പോയി പൂർണ്ണ നന്ദവിമോചനവും തന്നെയായി ഇന്നത്തെ ഈ യാത്രയും നമ്മളുടെ വിളിക്കുന്നവരിലെ സന്ദർശനവും വളരെ മനോഹരമായിട്ടുള്ള എന്തോ കാര്യത്തിൽ ഒരു ചിട്ടയുള്ള പോലെ മനസ്സിനൊരു നല്ലൊരു സന്തോഷം തോന്നുന്നു. അതോടൊപ്പം ഇന്നാണ് ബാക്കിയുള്ള ഈ മാർപ്പാമ വന്ന് ചൂണ്ടിക്കാനുള്ള കൊലയാണ്. അതൊക്കെ ഇന്ന് അച്ഛൻ പറഞ്ഞു തന്നപ്പോഴാണ് ആ അനുഭവങ്ങൾ മനസ്സിലായതും അവിടെ ഇനിയും പോകാനുള്ള ഒരു തോന്നൽ വരികയും ചെയ്തത്. എന്ന് പറയുന്നത്
ഞാൻ പലരോടും ഇത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഉറക്കപ്പെട വാരണാസിക്ക് പോയി. എങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോഴും ആ ഒരു സംഭവം തന്നെ എനിക്ക് എൻ്റെ ആ മാതാവിൻ അവിടെ പോയി ആ രൂപത്തിൻ്റെ മുൻപിൽ പോയി നിന്നപ്പോൾ എനിക്ക് ഞാൻ ഓർത്ത് ആരോ ഇപ്പോൾ സെൻറ്റ് പൂശിയത് എന്നൊക്കെ എൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തില്ല. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇത് കണ്ടത് സ്വപ്നമല്ലായിരുന്നു, ശരിക്കും അതൊരു അനുഭവം തന്നെയായിരുന്നു. ഞാനിത് ഒരു പരിവും മുമ്പ് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും ഞാൻ മൂന്നാമത്തെ യാത്രയാണ്. ഇവിടെ ഇന്നത്തെ അനുഭവം ഞാൻ പള്ളിയിൽ പോയാൽ ഈ ഒരു കാലം ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടേ നിൽക്കുള്ളൂ. ഇന്ന് 2 കാലും പൊക്കി പിടിച്ച് നിലത്ത് കുത്തി കസേര മാറ്റി വെച്ചു. ഞാൻ അവിടെ നിന്ന് കുർബാന കണ്ടു. ആ കുർബാന കണ്ട സമയത്ത് ഞാൻ പോയി വരയ്ക്കാണ്ട് എൻ്റെ കണ്ണുനീര് വന്നു പോയി. ഗീതാ വെല്ലുകുന്നത്താണ്, ഇപ്പം മേരി വെല്ലുകുന്നത്തായി. ഇപ്പോൾ എല്ലാം കണ്ടപ്പോൾ എനിക്ക് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പോയി ഈശോനെ നേരിട്ട് കണ്ടു, സന്തോഷമായി. ഓടി വന്ന് എന്നെ തട്ടിയിട്ട് പറഞ്ഞു അത് എടുക്കണ്ട, പുറത്തോടെ പോയിട്ട് മുകളിലേക്ക് പോയിക്കോളാം. ഞാൻ മേരി വട്ടവറ്റത്തിലാണ്. എനിക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ഒത്തിരി കാലമായി ഞാൻ ആ വഴിക്ക് പോകുമ്പോഴും കാരണം ആഗ്രഹിച്ചാലും സാധിച്ചിട്ടില്ല. എനിക്ക് 2 മക്കളാണ്. ഒരാൾ അച്ഛന് ബോംബെയിലെ ജോലി ചെയ്യുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാലും ഈശോ എന്നെ ഒരുക്കി തന്നു. കുർബാനയിൽ ഒരു നല്ലൊരു അനുഭവം എനിക്ക് കിട്ടി. അമരക്കുഞ്ഞി ഇടവക 2 പിള്ളേരാണ്. എനിക്ക് അമരക്കുഞ്ഞി ഇടവകയിൽ നിന്ന് ഈ വിളക്കിനോട് ഈശോയുടെ തിരുമുഖം വന്ന് കാണുന്നതിനുള്ള അനുഗ്രഹം തന്നിട്ട് ദൈവത്തിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നു. പോയി കണ്ടിട്ട് അത്രയും വലിയ നന്ദി പറയുന്നു. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശരീരത്തിന് നല്ല ഉന്മേഷം, എന്തും ചെയ്യാം എന്നുള്ള ഒരു ഉന്മേഷം എനിക്ക് കിട്ടുകയാണ്. എൻ്റെ ഈശോ വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതായിട്ട്. എൻ്റെ പേര് അന്ന ജോർജ്. ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ പുൽപ്പള്ളി ഇടവകയിൽ ഒരു ഗ്രൂപ്പിനോടൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ കണക്കിന് യാത്ര ചെയ്യുന്നത്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരി പേരെ പരിചയപ്പെടാൻ സാധിച്ചു. എല്ലാവരോടും കൂടി സന്തോഷത്തോടുകൂടി പോയി വരാൻ സാധിച്ചു. വളരെ ഭാരമുള്ളതായിട്ടാണ് ഇവിടെ വന്നത്. വരാനെനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഇതിന് വരാൻ സാധിച്ചതിൽ സന്തോഷവും. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ. അനുദിനമെനിക്കായി ബലിയായി മുറിയുന്ന സ്നേഹമേ, കാരുണ്യമേ. അനുദിനമെനിക്കായി ബലിയായി മുറിയുന്ന സ്നേഹമേ, കാരുണ്യമേ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കുരിശിൽ വിടർന്നൊരു ത്യാഗമേ.